ഗൈസ്, ഇത് ആരൊക്കെയാണ് കേൾക്കേണ്ടത് എന്ന് എനിക്കറിയില്ല. ബട്ട് ഐ റിയലി വിഷ് ഇത് റൈറ്റ് ആയിട്ടുള്ള ആളുകൾ കേൾക്കണം എന്ന്. I don't know what kind of situation you are going through right now in your life. ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, ലൈഫിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കൺട്രോളിലല്ല. ഇതെങ്ങോട്ടാണ് പോകുന്നത് എന്ന് യാതൊരു ഐഡിയ നിങ്ങൾക്കില്ലാന്നുണ്ടെങ്കിൽ ഗൈസ്, ബ്ലൈൻഡായിട്ട് വിശ്വസിച്ചോളൂ. അതൊക്കെ നിങ്ങളുടെ ഏറ്റവും നല്ലതിന് വേണ്ടിയിട്ടാണ്. യെസ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സംഭവിക്കുന്നത്. അത് നിങ്ങൾ വെറുതെ വിശ്വസിക്കല്ല, സത്യത്തിൽ അതാണ് സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് ഈ സമയം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്, അതൊക്കെ നിങ്ങളുടെ ഒരു ഹയർ ഗുഡിന് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ആൻഡ് ട്രസ്റ്റ് ദ പ്രോസസ്സ്. ട്രസ്റ്റ് ദ പ്രോസസ്സ് എന്ന് നമ്മൾ ഒരുപാട് ഓവർ യൂസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഡിവൈൻ പ്രോസസ്സ് ട്രസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത്? ജസ്റ്റ് ഇമാജിൻ, നമ്മൾ അറിയാത്തൊരു പ്ലേസിലൂടെ പോകുന്ന സമയത്ത്, നമുക്ക് അറിയാത്ത ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന സമയത്ത്, ആ ഒരു സമയത്താണ് നമുക്ക് പാനിക് ആവുക, പേടി ഉണ്ടാവും, ആങ്സൈറ്റി ഉണ്ടാവും, നമ്മൾ ഓവർ തിങ്ക് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നമ്മൾ ഓവർ റിയാക്ട് ചെയ്യാൻ തുടങ്ങും. നമുക്ക് എന്താണെന്ന് അറിയാത്തത് കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് പോലെ, നമ്മൾ പേടിക്കുന്നതിനനുസരിച്ചിട്ടായിരിക്കാം നമ്മൾ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. ഇറ്റ്സ് ലൈക്ക് ഒരു മേജർ ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് പേഷ്യൻറ്റിനെ കാണിച്ചുകൊണ്ടല്ല ഓപ്പറേഷൻ ചെയ്യുക, അല്ലേ? ജസ്റ്റ് ഇമാജിൻ, ഓപ്പറേഷൻ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പേഷ്യൻ്റ് ആ ഒരു കാഴ്ച കണ്ടിട്ടുണ്ടെങ്കിലോ, അത് മതി അയാളുടെ ബോധം പോകാൻ, അല്ലെങ്കിൽ അത് മതി അയാളുടെ ജീവൻ പോകാൻ, അല്ലേ? സോ എല്ലാ കാര്യങ്ങളും എന്താണ് നമ്മുടെ ലൈഫിൽ നടക്കുന്നത്, എങ്ങോട്ടാണ് പോണത്, അതിൻ്റെ ഒരു പ്രോസസ്സ് എന്താ, നമ്മൾ അറിയേണ്ട കാര്യമില്ല. നമുക്കത് അറിയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് അറിയാൻ പാടില്ല. അതെങ്ങനെയാണോ പോകുന്നത് അങ്ങനെ പൊക്കോട്ടെ. നമ്മൾ ആ ഒരു ഫ്ലോയിൽ പോവുക. അവിടുന്ന് ഇവിടുന്നൊക്കെ പ്രശ്നങ്ങൾ വരിക, ഓക്കെ, നമ്മളത് ഡീൽ ചെയ്യുക, ഫേസ് ചെയ്യുക. പേടിച്ച് പാനിക്കായി ഓവർ ആങ്സൈറ്റി കാണിച്ച് ഓവർ തിങ്ക് ചെയ്തിട്ട് നമ്മൾ ഓവർ റിയാക്ട് ചെയ്യാതിരിക്കുക. ആ സമയത്താണ് നമ്മൾ ആവശ്യമില്ലാത്ത വീണ്ടും 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 പ്രശ്നങ്ങൾ അതിൻ്റെ മേലെ ഉണ്ടാക്കുക. സോ ചില സിറ്റുവേഷൻ വളരെ കാമായിട്ട് നിങ്ങൾക്ക് വേണ്ടി വർക്ക് ആവുന്നുണ്ട്. പണി അറിയാവുന്ന ആൾക്കാർ അവിടെ പണിതുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് വേണ്ടി. ദി യൂണിവേഴ്സ്, ദി പവർ, നമ്മൾ വിശ്വസിക്കുന്ന ഒരു ദൈവം. നിങ്ങളുടെ ലൈഫിൽ എത്ര കാര്യങ്ങളുണ്ട് അങ്ങനെ വളരെ ഡിഫിക്കൽട്ടായിട്ട് തോന്നിയിട്ടുള്ള ചില സിറ്റുവേഷനൊക്കെ എത്ര എഫേർട്ട്ലെസ് ആയിട്ടാണ് നിങ്ങൾ ആ ഒരു സിറ്റുവേഷന് പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഒരിക്കലും ഓവർകം ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിയിട്ടുള്ള ആ ഒരു ജേർണി, ആ ഒരു പാത്തൊക്കെ നമ്മൾ ഓവർകം ചെയ്ത് വന്നിരിക്കുന്ന ആളുകളല്ലേ, റൈറ്റ്? ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ളൊരു ലൈഫിലല്ലേ ഈ സമയം നിങ്ങൾ നിൽക്കുന്നുണ്ടായിരിക്കുക, അല്ലേ? സോ ട്രസ്റ്റ് ഇറ്റ്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഏറ്റവും ഹയർ സെൽഫിന് വേണ്ടിയിട്ടാണ്, ഹയർ ഗുഡിന് വേണ്ടിയിട്ടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾക്ക് അറിയില്ല എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഈ സമയത്ത് സംഭവിക്കുന്നത്. ട്രസ്റ്റ് ഇറ്റ്, ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്യുക. എവറിത്തിങ് ഈസ് ഹാപ്പനിങ് ഫോർ മീ, ഫോർ മൈ ഹയസ്റ്റ് ഗുഡ്, ഫോർ മൈ ഹയർ സെൽഫ്.